ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, ഷെയറും ഇല്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. വെൽക്കം ടു ചെയർഫുൾ വൈബ്സ്. ഞങ്ങൾ ഇത് വന്നിട്ടുള്ളത് ഒരു ബീഫ് സ്റ്റീക്ക് ആയിട്ടാണ്. നമ്മൾ ബീഫ് സ്റ്റീക്ക് എപ്പോഴും ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊക്കെയാണ് കഴിക്കാറുള്ളത്. പക്ഷേ നമുക്കത് വളരെ ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാം. അതിന് എന്ത് വേണം? ബീഫിന്റെ പീസ് മാത്രം മതി. സ്ലൈസ് ആയിട്ട് ചെത്തിയ ബീഫിന്റെ പീസ്. ഓക്കെ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ടാസ്ക് ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വേണ്ടത്. എല്ലാവരും ചുവാ. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സക്സസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ രണ്ടാമത്തെ തവണയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പെപ്പർ പൗഡർ വേണം, സോൾട്ട്, ലെമൺ, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാൻഡേറ്ററി അല്ല, നമുക്കത് വേണമെങ്കിൽ ഇടാം, അത്രയേ ഉള്ളൂ. അതേപോലെ ഒലിവ് ഓയിൽ കുറച്ച് വേണം. പിന്നെ നമ്മുടെ സ്പൈസസിന്റെ പൗഡർ 1 കിലോ എടുത്തിട്ടുണ്ട്. സ്റ്റേക്കിന് പറ്റിയ സൈസ് നമ്മൾ എടുക്കണം. ഇതേ കറക്റ്റ് ഈ ഒരു സൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റിൽ ജ്യൂസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ സ്റ്റേക്കിന് മലബാറി ടച്ച് വരാൻ വേണ്ടിയിട്ട് റെഡ് ചില്ലിയുടെ പൗഡർ കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കൊരു ഓൾമോസ്റ്റ് അറബിക് സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, നെച്ച് മിക്സ് ആക്കിയോ. ഇനി കുറച്ച് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സ് ആക്കി തുടങ്ങിക്കോ. ഞാനിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു 2 ആഴ്ച മുന്നേ. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്ച്വലി. പക്ഷേ ഞാൻ നമ്മുടെ ഒരു സ്പൈസി കുറച്ചുകൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതാ ഒലിവ് ഓയിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആയിക്കും. ഇപ്പോൾ നമുക്ക് വേണ്ട കറക്റ്റ് അളവിൽ സാധനം കിട്ടിയിട്ട് കണ്ടില്ലേ. ഇത് നമുക്കൊരു 3-4 ദിവസം ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടോ. കാരണം നമുക്കൊരു 2 പീസ് ഉണ്ടാക്കി തന്നെ നമുക്കത് ഒരു നേരത്തേക്കുള്ളതുണ്ട്. പറയട്ടെ, ഇതിന് 2 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി വെക്കുക. ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കാനുള്ളത് പാക്ക് ചെയ്ത് സെപ്പറേറ്റ് ആക്കുകയാണ്. ഇനി നാളേക്ക് മറ്റന്നേക്കൊക്കെ ഉള്ളത് ഫ്രീസറിൽ കയറ്റാൻ വേണ്ടിയിട്ട് അത് വേറെ പാക്ക് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ നാടൻ മസാല വെച്ച് കഴിഞ്ഞാൽ എയർ ഫ്രയറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് കുരുമുളകിൻ്റെ ഫ്ലേവർ മാത്രമേ മുമ്പോട്ട് നിൽക്കാൻ പാടുള്ളൂ. നെച്ചുമോൾ ഇത് പാക്ക് ചെയ്തിട്ടുണ്ട്, പാക്ക് ചെയ്ത് ഡീസൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളിനി അത് എയർ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. 2 തരത്തിലാണ് എയർ ഫ്രൈ ചെയ്യണത്. ഒന്ന് ഫോയിൽ പേപ്പറിൽ ഫോൾഡ് ചെയ്തിട്ട്, പിന്നെ ഒന്ന് നോർമലായിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട്. ഫസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ളത് റെഡിയാക്കാം. ഇതിലിനി കുറച്ച് ഒലീവ് ഓയിൽ പുരട്ടി കൊടുക്കണം. കാരണം നമ്മൾ വേറെ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അലുമിനിയം ഫോയിലിൽ വെക്കേണ്ടത് റെഡി ആയിട്ടുണ്ട്, നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഒലിവ് ഓയിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബീഫ് സ്റ്റേക്ക് എടുത്തു അല്ലേ.
ഓക്കെ, അപ്പോൾ ഇതിനി എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ഇത് കെൻവുഡിൻ്റെ എയർ ഫ്രയറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഓഫറിലിട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാകും. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. നമുക്ക് ചിക്കൻ പൊരിക്കാനാണെങ്കിലും ഇനി ബീഫ് സ്റ്റേക്കിനാണെങ്കിലും നമുക്ക് ഓയിലില്ലാതെ നല്ല ടേസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് എയർ ഫ്രയറിൽ കയറ്റി വെക്കാം. ഇനി ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. ഞാൻ കൊടുക്കുന്നത് ഒരു 160 ഡിഗ്രിയിലാണ് കൊടുക്കുന്നത്. 160 കുറച്ചധികം നേരം, 160 ഒരു 40 മിനിറ്റ്സ് ഇരിക്കണം. അപ്പോൾ 160 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഓപ്പൺ ആക്കി നോക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ജ്യൂസ് ഇറങ്ങണ കണ്ടില്ലേ? മോനെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. കുറച്ച് പൊള്ളിയിട്ടുണ്ട്. നെച്ചുമോള് സാരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വലിയ പീസ വെച്ച് കൊടുത്തത്, അത് കുക്കായപ്പോൾ ഒന്ന് ചുങ്ങിയിട്ടുണ്ട്. ഇനി ഫോയിലുള്ളതും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഫോയിലുള്ളതിൻ്റെ അവസ്ഥ നമുക്ക് എന്താണെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയിട്ട് നോക്കിയിട്ട് പറയാം. ഓക്കെ, വീണ്ടും ഒരു 20 മിനിറ്റ്സും കൂടെ 160 ഡിഗ്രിയിൽ ഞാൻ വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ആക്കാം. മറിച്ചിട്ടതിന് ശേഷം എന്താണ് അവസ്ഥ നോക്കാം കേട്ടോ. ഓഫാക്കിയിട്ടുണ്ട്. കണ്ടാ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ മറിച്ചിട്ട് 2 സൈഡും നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബീഫിൻ്റെ അവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വരൂ ഗൈസ്. കറക്റ്റ് പാകമായിട്ടുണ്ട്. കുത്തി കഴിഞ്ഞ് അങ്ങനെ നിൽക്കണം. ഇത് നല്ല രീതിയിൽ ചുങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ആയിരുന്നില്ല വലിപ്പം, നല്ല ചുങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഇതിങ്ങനെയാണ്. പക്ഷെ ഇനി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ജ്യൂസ് വരണ്ട, ജ്യൂസ് കൈ കിട്ടിയതാ. ഓക്കെ, കണ്ടില്ലേ, നല്ല ആവി പോണ കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. ഇനി അടുത്ത പീസ്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നോക്ക്, നമ്മൾ ഒരു പീസ് ബട്ടർ ഇങ്ങനെ എടുത്ത് അത് കട്ട് ചെയ്ത് വെറുതെ ഒന്ന് ഇങ്ങനെ തടവി കൊടുക്കാം. ഓക്കെ, ഇതിൽ ബാക്കി പീസ് ഇങ്ങനെ ഇടുക. എന്നിട്ട് വീണ്ടും പീസാക്കി, വീണ്ടും പീസാക്കി, വീണ്ടും പീസാക്കി. ഓക്കെ, ഇനി അതൊന്നും ഒരു പീസും എടുത്ത് കഴിച്ചോട്ടെ. പൊള്ളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ബീഫ് സ്റ്റേക്ക് തന്നെ, ഒരു സംശയം വേണ്ട. ഞാൻ ഫോയിൽ പേപ്പറിൽ ആദ്യമായിട്ടാണ് ചെയ്യണത്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഫോയിൽ പേപ്പറിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യരുതെന്ന്, ആരൊക്കെ പറഞ്ഞു ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവുന്നു. പക്ഷേ ചെയ്ത് നോക്കിയാലേ അറിയാം. ഫോയിൽ പേപ്പറിൽ ചെയ്തപ്പോൾ ഡ്രൈ ആയിട്ടില്ല, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയുണ്ട് ടേസ്റ്റ്, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം.
സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ല. വെന്തിട്ടുണ്ട്. ഇത് ഞാൻ തരട്ടെ? എന്നിട്ട് വേണം അണ്ണാക്കിൽ കുത്താൻ. ഓക്കെ ഓക്കെ, ഇത് വേണ്ട. പിന്നെ നമ്മൾ കൊടുക്കുന്ന റൗഫലാണ്. റൗഫലാണ് ഇത്ര നേരം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയണേ. അതല്ലേ, നല്ല രസമുണ്ട്. അങ്ങനെ പറ, നല്ലല്ലേ? ലൈക്കും കമന്റ്സും കിട്ടുമോ? അമേസിങ് ആയിട്ടൊന്നും പറയാനില്ല. ഇതോടുകൂടെ നമ്മൾ ഇന്നത്തെ ബീഫ് സ്റ്റീക്ക് വീഡിയോ അവസാനിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സഹകരണം പോലെയല്ല, ഇവിടെ നിങ്ങൾ നല്ല സഹകരണം വേണം. ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, ഷെയറും ഇല്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യടേ. താങ്ക് യു. ബീഫ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ അതൊന്നും അറിയില്ല. ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഇട്ടാലേ കഴിക്കുള്ളൂ എന്ന് ഷിബിന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടില്ലായിരുന്നു കേട്ടോ.